ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ പ്രധാനപ്പെട്ട ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശ്രാവണ ബലഹോളയിലാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തി. മൈസൂരിൽ നിന്ന് ഡയറക്റ്റ് ബസ് ഇവിടേക്ക് കുറവാണ്. അങ്ങനെ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൈസൂരിൽ നിന്ന് ചെന്നരായ പട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് കിട്ടും. അവിടുന്ന് ഇവിടേക്ക് ബസ് സർവീസ് ഉണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഇവിടെ എത്തിയത്. മൈസൂരിൽ നിന്നും 84 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. ഇവിടെയുള്ള പ്രശസ്തമായ ഗോമതേശ്വര സ്റ്റാച്യു കാണാനാണ് പോകുന്നത്. കർണാടകയിലെ ഹാസൻ ജില്ലയിലാണ് ശ്രാവണ ബലഹോള. വിദ്യഗിരി എന്നറിയപ്പെടുന്ന പാറയുടെ മുകളിലാണ് ഗോമതേശ്വര സ്റ്റാച്യു ഉള്ളത്. രാവിലെ 6:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 6:30 വരെയുമാണ് ഇവിടേക്കുള്ള പ്രവേശനം. പാറയുടെ മുകളിലേക്കുള്ള വഴിയുടെ മധ്യത്തിലായി കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കവാടമാണിത്. ചെരുപ്പ് താഴെ അഴിച്ചു വെച്ചതിന് ശേഷം മാത്രമേ മല കയറുവാൻ അനുവദിക്കുകയുള്ളൂ. രാവിലെ 6:30 തന്നെ ഞാൻ മല കയറാൻ തുടങ്ങി. 700 പടികൾ കയറി വേണം മുകളിലെത്താൻ. പാറയുടെ മുകളിലുള്ള ആദ്യത്തെ കവാടമാണിത്. ഈ കവാടം കടന്നെത്തുന്നത് ഒഡേഗൽ ബസതി അഥവാ ത്രികുട ബസതി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന് മുന്നിലേക്കാണ്. 14-ാം നൂറ്റാണ്ടിൽ ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ക്ഷേത്രമാണിത്. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആദർശ സ്മാരക പദ്ധതിയിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് പിന്നിലായി ഉരുണ്ടു വീഴുമെന്ന് തോന്നുന്ന രീതിയിലുള്ള വലിയ പാറക്കല്ലുകളും കാണാം. ഇവിടെ ഈ പാറയിൽ കണ്ടെത്തിയിട്ടുള്ള പുരാതന ലിഖിതങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് ഇട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. ശ്രാവണ ബലഹോളയിൽ മാത്രമായി 800-ലധികം പുരാതന ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം AD 600-നും 1830-നും ഇടയിൽ ഉള്ളതാണ്. പുരാതന ലിഖിതങ്ങൾ കൂടാതെ പല വിധത്തിലുള്ള ചിത്രങ്ങളും പാറയ്ക്ക് മുകളിൽ കാണാം. കൊത്തുപണികളോടുകൂടി ഒരു സ്തൂപമാണ് ഈ കൽമണ്ഡപത്തിൽ ഉള്ളത്. ഇവിടെ നിന്നും കുറച്ച് സ്റ്റെപ്പുകൾ കൂടി കയറിയിട്ട് വേണം പ്രധാന ക്ഷേത്രത്തിൽ എത്താൻ. കയറിപ്പോകുന്ന സ്റ്റെപ്പിന് ഇരുവശത്തും വലിയ പാറകളാണ് ഉള്ളത്. വിദ്യഗിരി പാറയുടെ ഏറ്റവും മുകളിലുള്ള പ്രധാന ക്ഷേത്രത്തിന്റെ കവാടമാണിത്. അടുത്തടുത്ത് തൂണുകളോട് കൂടിയ ഒരു ഗോപുരമാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുൻവശത്ത് ഉള്ളത്. ഇതാണ് 57 അടി ഉയരമുള്ള ഗോമതേശ്വര സ്റ്റാച്യു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഏകശില സ്റ്റാച്യുകളിൽ ഒന്നാണിത്. ഗ്രാനൈറ്റ് കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഗംഗ രാജവംശത്തിന്റെ കാലത്ത് AD 981-ൽ ചാമുണ്ഡരായനാണ് ഇത് നിർമ്മിച്ചത്. 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന മഹാമസ്തകാഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. 2030-ലാണ് അടുത്ത മഹാമസ്തകാഭിഷേകം. വിശ്വാസികൾ സ്റ്റാച്യുവിന് മുമ്പിലിരുന്ന് ഭജന നടത്തുന്നുണ്ട്. വിദ്യഗിരി പാറയിൽ നിന്നും തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുമ്പോഴാണ് എത്രത്തോളം കുത്തനെയാണ് ഈ പാറ എന്നുള്ളത് മനസ്സിലാവുക. പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കുളം കാണാനാണ് ഇനി പോകുന്നത്. കുളത്തിന്റെ എൻട്രൻസിൽ സ്ഥാപിച്ചിട്ടുള്ള ഗോപുരത്തിനുള്ളിലൂടെ കടന്നു വേണം കുളത്തിനരികിലെത്താൻ. ശ്രാവണ ബലഹോള ടൗണിനടുത്തുള്ള കുളമാണിത്. ബലഹോള എന്നാൽ വെളുത്ത കുളം എന്നാണ് അർത്ഥം. ശ്രാവണന്റെ വെളുത്ത കുളം എന്നാണ് ശ്രാവണ ബലഹോള എന്ന വാക്കിന്റെ അർത്ഥം. ഒട്ടേറെ മീനുകളെ ഈ കുളത്തിൽ കാണാം. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ കുളത്തിലുള്ളത്. ശ്രാവണ ബലഹോള ടൗണിനടുത്ത് തന്നെയുള്ള അക്കന ബസതി എന്ന ക്ഷേത്രം കാണാനാണ് ഇനി പോകുന്നത്. സോപ്പ് കല്ല് എന്നു പേരുള്ള പ്രത്യേകതരം ശിലയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ അടിത്തറയുടെ കൊത്തുപണികൾ വളരെ വ്യത്യസ്തമാണ്. 4 നിരകളായിട്ടാണ് ഇതിന്റെ അടിത്തറയുടെ കൊത്തുപണികൾ കാണുന്നത്. ഹൊയ്സാല രാജവംശത്തിലെ രാജാവായിരുന്ന വീരബല്ലലാല രണ്ടാമന്റെ മന്ത്രിയായിരുന്ന ചന്ദ്രമൗലിയുടെ ഭാര്യ അജലാദേവിയാണ് AD 1181-ൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഹൊയ്സാല വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. മഹാവീർ ജയന്തി ദിനത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം.
ക്ഷേത്രമുറ്റത്തുള്ള കിണറാണിത്. താഴെ വരെ കല്ലുകൊണ്ട് ചതുരാകൃതിയിലാണ് ഇത് കെട്ടിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ മുൻവശമാണിത്. 23ാമത്തെ ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദർശ സ്മാരക പദ്ധതിയുടെ കീഴിലാണ് ഈ ക്ഷേത്രവും. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കൊത്തുപണികളാണ് ക്ഷേത്രത്തിന്റെ റൂഫിൽ. ഇവിടെയുള്ള തൂണിന്റെ കൊത്തുപണിയും വ്യത്യസ്തമാണ്. ശ്രാവണ ബലഗോളയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.